ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചിലപ്പോൾ ഇന്ന് വന്നേക്കും എന്ന് കേൾക്കുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷാ കൗൺസിൽ ഇന്ന് യോഗം ചേരുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഏതോ ഒരു വിദേശ മാധ്യമത്തിൽ കണ്ടത് ആ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് ചിലപ്പോൾ ബൈഡനും മാക്രോണും ചേർന്നായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ബൈഡൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താനുള്ളൊരു തത്രപ്പാടാണ്. പക്ഷേ അത് പ്രായോഗികമായിരിക്കുമോ ഈ വെടിനിർത്തൽ? അത് പ്രായോഗികമാണ് എന്ന് ഇസ്രയേലിന് അഭിപ്രായമുള്ളതായിട്ട് കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യമന്ത്രി ഇപ്പം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇന്നലെ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പറഞ്ഞത്, ഞങ്ങൾ വെടിനിർത്തലിന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ഹിസ്ബുല്ല ആയുധം താഴെ വെക്കണം, അവർ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് പോകണം, ലിറ്റാനി പുഴയ്ക്ക് തെക്കോട്ട് അവരിനി വരാൻ പാടില്ല, അതിന് സേനയെ വീണ്ടും അവർ ശക്തമാക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് റീഗ്രൂപ്പ് ചെയ്യുന്ന പരിപാടി 60 ദിവസത്തെ അവധി കിട്ടുമ്പോൾ വീണ്ടും ആയുധവും ആരോഗ്യം വീണ്ടെടുത്ത് വരാൻ പരിപാടി പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇസ്രയേലിൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഹിസ്ബുല്ല വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്ന ഒരു കക്ഷിയല്ല, ഒരു ഭീകര സംഘടനയാണ്. ഭീകര സംഘടനയല്ല ഒപ്പിടുന്നത്, രാജ്യങ്ങളാണ് ഒപ്പിടുന്നത്. അപ്പോൾ ഹിസ്ബുല്ല ഈ വസിച്ചുകൊണ്ടിരിക്കുന്ന ലെബനൻ ഉണ്ടല്ലോ, ലെബനൻ ആണ് ഒപ്പിടുക. ലെബനൻ എന്ന് പറഞ്ഞ രാജ്യമാണ് ഒപ്പിടുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഹിസ്ബുല്ല പറയും, ഞങ്ങൾക്ക് ഈ കരാർ ബാധകമല്ല, ഞങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടില്ല, ഞങ്ങൾ കക്ഷിയല്ല. അതുകൊണ്ട് ഈ 60 ദിവസത്തെ വെടിനിർത്തൽ എന്നാണല്ലോ പറയുന്നത്. ഈ 60 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇവർ റീഗ്രൂപ്പ് ചെയ്യുക, ആയുധം കൂടുതൽ കൂട്ടുക, അതിന് ഇറാൻ കൂടുതൽ അവരെ സഹായിക്കുക, ഈ പരിപാടികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ 60 ദിവസം വെടിനിർത്തണം എന്ന് പറഞ്ഞത്. അല്ല, ഇസ്രായേലിൻ്റെ മുന്നിൽ 2006 ഒരു വെടിനിർത്തലും 1701 എന്ന് പറഞ്ഞ UN പ്രമേയമൊക്കെ ഉണ്ട്. 1701 എന്ന പ്രമേയം അനുസരിച്ചാണെങ്കിൽ അവിടെ അതിർത്തിയിൽ ലെബനീസ് ആർമിയാണ് ഉണ്ടാവേണ്ടത്, ഹിസ്ബുള്ള ഉണ്ടാവരുത്, അന്താരാഷ്ട്ര സമാധാന സേനയുണ്ട്, യൂണിഫില്ലും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. ഒന്നും നടന്നില്ല. അപ്പോൾ സമാനമായ വീണ്ടും ഒരു കരാറുണ്ടായി, ഇസ്രായേൽ തിരിച്ചു പോന്നാൽ ഇസ്രായേലിൻ്റെ പരാജയമാണ്. അപ്പോൾ ഇപ്പോൾ 60,000 പേര് ഈ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ലെബനൻ അതിർത്തിയിലുള്ള ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. ആ പലായനം ചെയ്ത ആളുകൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് മാസം ജീവിച്ചു പോകാൻ. ഈ 60 ദിവസം വെടിനിർത്തിയാലും ഈ 60,000 പേരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരില്ല ഇപ്പോൾ എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ വെടിനിർത്തൽ കരാറിൽ വിശ്വസിക്കുന്നില്ല ഇസ്രായേൽ. അതുകൊണ്ടാണ്, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ 60,000 പേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് റീസെറ്റിൽ ചെയ്യിക്കുമായിരുന്നല്ലോ. ഞങ്ങളിപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം മൊത്തത്തിൽ ഈ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി ഇസ്രായേലിന് വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സമാനമായൊരു സ്ഥിതി ലബനോണിലുണ്ട്. സൗത്ത് ലബനോണിൽ ഇസ്രായേൽ കടന്നു കയറിയതിനെ തുടർന്ന് അവിടുത്തെ ആളുകൾ മുഴുവൻ ഒഴിഞ്ഞുപോയി. അതെ, അവിടവും തരിശായി കിടക്കുക. അതെ, അങ്ങനെ കിടക്കുകയാണ്. കാരണം ഇവരുടെ ടണലും ആയുധവും ആയുധ സംഭരണ കേന്ദ്രവും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെയാണ് അവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2500 ഹിസ്ബുല്ല ഈ ഭീകരന്മാർ കൊല്ലപ്പെട്ടു. ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. 101 ബന്ദിമാർ എന്ന് പറയുന്നത്, കുറച്ച് പേര് അതിൽ ജീവിച്ചിരിപ്പുള്ളൂ. 34 പേര് കൊല്ലപ്പെട്ടതായിട്ടൊക്കെ ഏതാണ്ട് ഉറപ്പാണ്. ബാക്കിയൊക്കെ ഉള്ളൂ, 66 പേരൊക്കെ ഉണ്ടാവാൻ വഴിയുള്ളൂ. ആ ബന്ദികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇസ്രായേൽ പറയുന്ന അതാണ്, അത് തീരുമാനിച്ചിട്ടില്ല. പിന്നെ യൂണിഫിൽ ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. ലബനീസ് പട്ടാളം മാത്രമേ ഇവിടെ വരുള്ളൂ, ഹിസ്ബുല്ല ഉണ്ടാവില്ല. യൂണിഫിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് അവർ കിടന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. 80% റോക്കറ്റ് തീർന്നു പോയിട്ടുണ്ട്, അത് ഗുണമുള്ളതാണ്. പക്ഷേ 60 ദിവസത്തെ വെടിനിർത്തൽ പീരീഡിൽ വീണ്ടും ഇത് സമാഹരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയും. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നു 60 ദിവസത്തിൻ്റെ ഇടയ്ക്ക് IDF ഇല്ലേ, IDF-നും റീഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, ശക്തമാക്കാനൊക്കെ പറ്റും. ആർമിയാണല്ലോ, അതെ, പട്ടാളമാണല്ലോ. പിന്നെ സന്ധിരേഖയുടെ കൂടെ ഒരു പാർശ്വരേഖ, ഒരു സൈഡ് ഡോക്യുമെൻ്റ് കൂടി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ലിറ്റനിക്ക് തെക്കോട്ട് കടക്കുന്ന ഏത് ഹിസ്ബുല്ലയും ഇസ്രായേലിനെ ആക്രമിക്കാം, അങ്ങനെ ഒരു വ്യവസ്ഥ, ഒരു സൈഡ് ഡോക്യുമെൻ്റ് കൂടി വേണമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, തട്ടിക്കളയാം എന്നുള്ളത്.
ആ പുഴ അതിർത്തിയായിട്ട് തന്നെ വെക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് കയറുന്ന ഏത് ഹിസ്ബുല്ലയും തട്ടിക്കളയെന്ന് പറഞ്ഞിട്ടൊരു പാർശ്വരേഖ കൂടി മെയിൻ കരാറിൻ്റെ കൂടെ വേണം എന്ന് നിർബന്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഈ പറഞ്ഞ പോലെ 60,000 പേരെ തിരിച്ചു വരാനായിട്ട് പറയാൻ പോകുന്നില്ല. സ്റ്റൈപ്പൻഡ് കൊടുത്ത് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ നിർത്തുക, റീസെറ്റിൽ ചെയ്യാനായിട്ട് പറയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് ആ ഒരു പ്രശ്നവും ഇത് സുരക്ഷിതമാണെന്ന് കരുതുന്നില്ല. വീടുകൾക്ക് നേരെ ടാങ്ക് വേദ മിസൈലുകൾ അയക്കുന്നുണ്ടായിരുന്നു. ടാങ്കിനെ തകർക്കാനുള്ള മിസൈലുകൾ ഇസ്രയേലികളുടെ വീടുകൾക്ക് നേരെ അയക്കുന്നുണ്ടായിരുന്നു. അത് ഈ മിസൈലുകളൊക്കെ തകർത്തതിൽ പിന്നെ അതൊന്നും നിലച്ചിട്ടുണ്ട്. അതാണ് ആകെയുള്ള ആശ്വാസം. പക്ഷേ 107 mm റോക്കറ്റ്, ബാക്കി റോക്കറ്റൊക്കെ തീർന്നെങ്കിലും ഇതുകൊണ്ട് ഇപ്പോഴും അവർ ആക്രമണം നടത്തുന്നുണ്ട്. ഈ 1982 ആദ്യത്തെ ലെബനൻ അതിർത്തിയിൽ പിടിച്ച പ്രദേശങ്ങളാണ് ഈ അതിർത്തിയിൽ ഇസ്രയേലിൻ്റേതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നിലനിർത്തണമെന്ന് ഇസ്രയേലിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ സ്റ്റെപ്പായിട്ട് ഇസ്രയേലിന് ഒരു ഗുണവുമില്ല. ഗുണം മാത്രം ഹമാസിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഹിസ്ബുള്ളയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഹമാസിൻ്റെ കാര്യം ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ ഹമാസിൻ്റെ ഈ പ്രതിരോധത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല. വലിയ പ്രതിരോധം അത് കഴിഞ്ഞു, ഏതാണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഹിസ്ബുള്ളയുടെ പക്കൽ ഒരു പക്ഷേ ഈ കാണാതായ ബന്ദികളെ സിറിയയിൽ കൊണ്ടുപോയ കാര്യം നമ്മൾ കേട്ടായിരുന്നല്ലോ, ഈജിപ്തിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ലെബനോണിൽ ഉണ്ടായിക്കൂടെ? ആയിക്കൂടായില്ല അവിടെ. അപ്പോൾ ഇതൊന്നും ഈ ഇപ്പോൾ ഞാൻ വായിച്ചറിയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നെതന്യാഹുവിനെതിരെ അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നാട്ടിലുണ്ട്. അപ്പോൾ ഇത്ര ദിവസം യുദ്ധം ചെയ്തിട്ട് കാര്യമായി ഒന്നും നേടാതെ പിന്മാറുക എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിക്ക് ദോഷമാണ്. കാരണം ഇപ്പോൾ ബൈഡൻ്റെ സമ്മർദ്ദമാണ് ഈ എന്തെങ്കിലും ട്രംപ് വരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്തെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്നൊരു അഭ്യാസമാണ്. അതിന് വശപ്പെട്ട് നിന്നു കൊടുത്താൽ നെതന്യാഹുവിന് രാഷ്ട്രീയ നഷ്ടം ഉണ്ടാകത്തില്ലേ? ഈ റിപ്പോർട്ടുകളിൽ ഞാൻ സംശയാസ്പദമായി കാണുന്ന ഒരു വശം നെതന്യാഹുവും ഈ വെടിനിർത്തലിന് സമ്മതിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ട് എന്ന റിപ്പോർട്ടുകളിൽ ബൈഡന്റെ സമ്മർദ്ദമാണെന്ന് തോന്നുന്നു. ബൈഡന്റെ സമ്മർദ്ദമാണെന്ന് തോന്നുന്നു. അതെ, പക്ഷെ ബൈഡന്റെ സമ്മർദ്ദം അംഗീകരിക്കേണ്ട കാര്യം എന്താണ്? മറ്റേ ട്രംപ് വരുന്നത് വരെ കാക്കാമല്ലോ നെതന്യാഹു. അല്ല, നെതന്യാഹുവിന് മടുത്തോ? നെതന്യാഹുവിന് മടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് ബന്ദികളെ കിട്ടിയിട്ടില്ലല്ലോ. അതൊരു ക്ഷീണമാണ്. ബന്ദികളെ കിട്ടിയാലെ തീരുമാനമായി എന്ന് പറയാം. ജീവനോടെ അല്ലാതെയോ? ഹമാസിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പ്രദേശം കൂടിയേ ഫ്രീ ആക്കാനുള്ളൂ. പക്ഷേ ബന്ദികളുടെ കാര്യത്തിൽ തീരുമാനമായാലേ അതെപ്പോഴും പറയുന്നതാണ് നെതന്യാഹു. ബന്ദികളെ കിട്ടാതെ യുദ്ധം അവസാനിക്കില്ല. പിന്നെ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ആകെ അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് നെതന്യാഹു കാണുന്നത് ആ 60 ദിവസമാണല്ലോ ഈ ട്രംപ് വരാനുള്ള സമയം. അതെ, അല്ല മാത്രമല്ല ഇസ്രായേലിൻ്റെ ഒരു വക്താവ് പറഞ്ഞതായിട്ട് എത്ര വെടിനിർത്തലുണ്ടാവുമോ, എത്ര കാലം നിൽക്കും, 1 മാസമാണോ 1 വർഷമാണോ 1 ദിവസമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഹിസ്ബുള്ളയുടെ പ്രതികരണം പോലിരിക്കും. ഹിസ്ബുള്ളയുടെ പ്രതികരണം വലിയ ഗുണമുള്ളതായിട്ടിരുന്ന അല്ല, അവരെ ആശ്രയിക്കാൻ പറ്റുന്നൊരു ഗ്രൂപ്പല്ല. ഒരു രാജ്യമാണെങ്കിൽ ഒരു മര്യാദയൊക്കെ ഉണ്ടാവില്ല. ഒരു ഭീകര സംഘടനയ്ക്ക് എന്തും മര്യാദ. അതല്ല, ഹിസ്ബുള്ളയുടെ മുതലാളി ഇറാനാണ്, അതാ പ്രശ്നം. മുതലാളി ക്ഷീണത്തിലാണ്. അതെ, മുതലാളിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ ഇറാനും കൂടിയൊക്കെ എല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വെറുതെ ഒരു പരീക്ഷണത്തിന് 60 ദിവസം എന്ന് നെതന്യാഹു സമ്മതിക്കുമായിരിക്കും. സമ്മതിച്ചാൽ ഒരുപക്ഷെ നെതന്യാഹുവിന് വലിയ വിശ്വാസം പോരാ, തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ള ആശങ്കയാണ്. കാരണം ഹിസ്ബുള്ള വീണ്ടും ആയുധങ്ങൾ സംഭരിച്ച് തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. അതാണ് ഈ പാർശ്വരേഖ എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നത്. ഈ 60 ദിവസത്തിൻ്റെ ഇടയ്ക്കും ഹിസ്ബുല്ല അനങ്ങിയ വെടിവെക്കും. അല്ല, മുമ്പ് തുടക്കത്തിൽ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഞങ്ങളുടെ വിമാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലെബനോണിൻ്റെ എയർ സ്പേസിലേക്ക് കയറാൻ അനുവാദം വേണമെന്നായിരുന്നു. അത് സമ്മതിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതൊരു രാജ്യത്തിൻ്റെ സോവറിനിറ്റിയുടെ പ്രശ്നമാണല്ലോ. അവരുടെ ആകാശത്ത് എപ്പോഴും വിദേശ വിമാനം വന്നാൽ പിന്നെ അവർക്ക് എന്ത് സമാധാനം? അത് ഈ കരാറ് നിലനിൽക്കുമ്പോൾ തന്നെ ഹിസ്ബുല്ല കരാറ് ലംഘിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രയേൽ കരുതുന്നത്.
അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം വെച്ച് വെടിനിർത്തൽ അവസാനിക്കുന്നു. അതാണ് ആ പാർശ്വരേഖ എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ഈ ആശങ്കകളാണ് പങ്കുവച്ചത്. തീരുമാനം ഇന്ന് വൈകിട്ടത്തോടെ അറിയാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.